ഇപ്പം ബെത്സേദ കുളത്തിലെ കരയിലെ രോഗിയില്ലേ, അയാൾ സൂപ്പറാണ് ഇടാ. അയാളിങ്ങനെ തറവാദം പിടിച്ച് ആരെ സഹായിക്കാനില്ലാതെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അയാളുടെ എക്സിസ്റ്റൻസ് നിലനിൽപ്പെന്ന് പറയണത് നാട്ടുകാരെ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റാത്ത ബൈബിളിലെ ഒരേ ഒരാളാണ് ഈ ബെത്സേദ കുളത്തിലെ തറവാദ രോഗി. അയാളത് പറയുന്നുണ്ട്. കാര്യം എന്താ? അവിടെ സഹായിക്കുന്ന മെക്കാനിസം എന്ന് പറയണത് ബെത്സേദ കുളം കലക്കണം. ആര് കലക്കും? റാഫേൽ മാലാഖ കലക്കും. എല്ലാ ദിവസവും കൊന്നും കലക്കത്തില്ല, ഒരു പ്രാവശ്യം കലക്കത്തുള്ളൂ. അതിന് ചാൻസ് ഇല്ല, ഒരു ചാൻസേ ഉള്ളൂ. ആ വണ്ടി പോയാൽ പോയി തന്നെ, പിന്നെ അടുത്ത കൊല്ലം ആ വണ്ടി വരത്തുള്ളൂ. ഇയാൾക്ക് ആളുമില്ല, അർത്ഥവുമില്ല, ഒന്നുമില്ല. ഇയാൾക്ക് ആ കിടപ്പ് തന്നെ. മാലാഖ വരുന്നുണ്ട്, കലക്കുന്നുണ്ട്, കുറേ ആൾക്ക് രക്ഷപ്പെടുന്നുണ്ട്. അയാളുടെ അടുത്ത് കിടന്ന വീട്ടുകാരും നാട്ടുകാരൊക്കെ വീട്ടിൽ പോയി സുഖപ്പെട്ട്. ഇയാളിപ്പോൾ ഇവിടെ കിടക്കുകയാണ്. കിടക്കണത് വർഷങ്ങളാണ്, 38 വർഷത്തോളം കിടക്കുക. അപ്പോൾ ഈശോ ചോദിച്ചു, ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആഗ്രഹം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആഗ്രഹത്തിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാവോ? ആഗ്രഹത്തിൽ വിശ്വാസമുണ്ട്. ആഗ്രഹത്തിൽ ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഈവിൾ എന്നൊരു മനുഷ്യൻ പറഞ്ഞില്ലേ? മനുഷ്യരാശിയെ പറ്റിച്ചില്ലേ? ശ്രീബുദ്ധൻ എന്താ പറഞ്ഞത്? ആഗ്രഹമാണ്, ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഈവിൾ, ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും കാരണമെന്ന്. ഈശോ എന്താ പറഞ്ഞത്? ആഗ്രഹമാണ് എല്ലാ നന്മകളുടെയും കാരണം. കൈ അടിച്ച് കർത്താണ്. Do you want to get well? Sir, I don't have anyone here to put me in the pool when the water is stirred up. Get up. Pick up your mat and walk. അപ്പോൾ എത്ര തകർന്ന് തരിപ്പണമായി മണ്ണോട് മണ്ണ് ചേർന്നാലും ദൈവ പൈതലെ, നീ ഈശോയെ വിശ്വസിക്കുന്നിടത്തോളം കാലം നിനക്കെന്താ വേണ്ടത്? ആഗ്രഹം ഉണ്ടായാൽ മതി. ഭർത്താവ് 45 കൊല്ലം കുടിച്ചെന്ന് പറയുമ്പോഴേ 4 കൊല്ലം കുടിക്കുമ്പോൾ തന്നെ ചേച്ചിമാരുടെ ആഗ്രഹം പോകും. ഇപ്പം എന്താ സാക്ഷ്യക്കേടവ് മനസ്സിലായത്? 45 കൊല്ലം കഴിഞ്ഞാലും മദ്യപാനിയുടെ ഭാര്യയ്ക്ക് ആഗ്രഹിക്കാം എന്താണ്? കർത്താവ് കടന്നു വരുമെന്ന്.